രചന ദിവ്യ കശ്യപ്. തൻ്റെ നാട്ടിൽ നിന്ന് ഏറെ ദൂരെയുള്ള നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു അജ്മൽ. ദുബായിൽ നിന്ന് 2 മാസത്തെ ലീവിന് നാട്ടിലെത്തിയത് ഇന്നലെയാണ്. പക്ഷേ ഒരു ദിവസം പോലും വീട്ടുകാരോടൊപ്പം നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല അവന്. കാണണം, അവളെ കാണണം. നാടറിയാം, പക്ഷേ വീട് എവിടെയാണെന്നോ വഴി എങ്ങനെയാണെന്നോ ഒരു പിടിയുമില്ല. പണ്ടെങ്ങോ പരിചയപ്പെട്ട ആദ്യ നാളുകളിൽ അവൾ മെസ്സേജ് അയച്ചപ്പോൾ നൽകിയ അഡ്രസ്സ് മാത്രമാണ് കയ്യിലുള്ളത്. കാണാതെ അറിയാമെങ്കിലും വെറുതെ പേഴ്സിൽ കുറിച്ച് വെച്ചിരുന്ന അഡ്രസ്സ് എടുത്ത് അജ്മൽ ഒരിക്കൽ കൂടി നോക്കി. അവൾ പറഞ്ഞ അവിടെ നാടെത്തിയിരിക്കുന്നു. അഡ്രസ്സ് വെച്ചിട്ട് ഏകദേശം സ്ഥലം ഇത് തന്നെ. സമീപത്തെ കടകളുടെ ബോർഡിലെല്ലാം അവൾ പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കടയിലേക്ക് കയറി ചെന്ന് ക്യാഷിലിരുന്ന ചേട്ടൻ്റെ അടുത്ത് അഡ്രസ്സ് കാണിച്ചിട്ട് ഈ അഡ്രസ്സ് അറിയുമോ എന്ന് ചോദിച്ചു. അയാളത് കയ്യിൽ വാങ്ങി നോക്കിയിട്ട് ഇല്ല എന്ന് മറുപടി നൽകി. നിരാശയോടെ മടങ്ങുമ്പോഴാണ് ക്യാഷിൽ പൈസ കൊടുക്കാനിരുന്ന ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ അഡ്രസ്സിലേക്ക് നോക്കുന്നു, അറിയാമെന്ന് പറയുന്നു. അയാൾ പറഞ്ഞു കൊടുത്ത വഴികളിലൂടെ കാർ ഓടിക്കുമ്പോൾ അവൻ്റെ മനസ്സാകെ പ്രക്ഷുബ്ധമായിരുന്നു. അവൾ കൃഷ്ണ. 6 വർഷമായി പരിചയമുള്ള ഒരു ഓൺലൈൻ സൗഹൃദം. 1-2 ഫോട്ടോസ് കണ്ടിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ ഒരു വീഡിയോ കോളിൽ പോലും വന്നിട്ടില്ലാത്തവൾ. പക്ഷേ എന്നും ചാറ്റ് ചെയ്യുമായിരുന്നു. ഇടയ്ക്കൊക്കെ ഫോണിൽ വിളിക്കുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. ഏതോ ഒരു സാഹിത്യ ഗ്രൂപ്പിൽ വെച്ച് നുറുങ്ങു കഥകളും കവിതകളും വായിച്ച് ഇഷ്ടം തോന്നിയവൾ. ആ ഇഷ്ടം ചെറിയൊരു ആരാധനയായി മാറുകയും അവൾക്കൊരു ദിവസം മെസ്സേജ് ആക്കുകയും ചെയ്തു. തിരിച്ച് മറുപടിയൊന്നും പ്രതീക്ഷിക്കാതിരുന്ന തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു താങ്ക് യു പറഞ്ഞ് അവൾ റിപ്ലൈ ചെയ്തു. പിന്നീട് നിത്യേനയുള്ള സംസാരത്തിലേക്ക് വഴിമാറുകയും ഈ 6 വർഷത്തിനുള്ളിൽ സൗഹൃദത്തിൻ്റെ കൊടുമുടിയിൽ എത്തുകയും ചെയ്തവൾ. എന്തിനും ഏതിനും അജു എന്ന് വിളിച്ച് പുറകെ നടന്നവൾ. ഒരുപാട് സ്നേഹിച്ചവൾ, ഒരുപാട് സൗഹൃദം തന്നവൾ. ബർത്ത്ഡേക്കും ഓണത്തിനും മുടങ്ങാതെ സമ്മാനം അയച്ചു തന്നിരുന്നവൾ. ഭർത്താവും ഒരു കുട്ടിയുമുണ്ട് അവൾക്ക്. അതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അവൾ. തൻ്റെ വൈഫിൻ്റെയും മക്കളുടെയും ഫോട്ടോയൊക്കെ താനും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. താൻ ഏത് പാതിരാത്രിയിൽ കണ്ടാലും അവൾക്ക് തിരിച്ചറിയുമായിരിക്കും. എന്നാൽ അവൾ വന്ന് മുന്നിൽ നിന്നാൽ പോലും ഒരുപക്ഷെ തനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പേരിന് മാത്രം 1-2 ഫോട്ടോയാണ് അവൾ തനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. കഴിഞ്ഞ 2 മാസമായി അവൾ ഓൺലൈനിൽ പോലും വരാറില്ല. അറിയുന്ന നമ്പറിൽ വിളിച്ചു നോക്കിയിട്ട് സ്വിച്ച് ഓഫാണ്. അവൾ പറഞ്ഞിട്ടുള്ള അവളുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയെ മെസ്സേജായി ചോദിച്ചിട്ട് അവൾക്കറിയില്ല കാര്യങ്ങളൊന്നും. ഈ 2 മാസം കൊണ്ട് 2 വർഷത്തെ ഭ്രാന്ത് താൻ അനുഭവിച്ച് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ഒന്ന് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പോലെ. ആദ്യത്തെ ഒരാഴ്ച കാണാതിരുന്നപ്പോഴും ഭയങ്കര വിശ്വാസമായിരുന്നു അവൾക്ക് തന്നോട് മിണ്ടാതിരിക്കാൻ കഴിയില്ല, എങ്ങനെയെങ്കിലും അവൾ വരുമെന്ന്. അങ്ങനെയുള്ള ചില പിണക്കുകളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് അവൾ വരുമെന്ന വിശ്വാസത്തിലായിരുന്നു. പക്ഷെ ഒരാഴ്ച എന്നത് 1 മാസം 2 മാസമൊക്കെ മാറിയപ്പോൾ താനല്ലാതായി മാറുകയായിരുന്നു. സൗഹൃദത്തിന് ഒരാളെ കീഴ്പ്പെടുത്താൻ ഇത്രയും ശക്തിയുണ്ടോ? പെട്ടെന്ന് ലീവ് ശരിയാക്കി നാട്ടിലേക്ക് തിരിച്ചത് വീട്ടിലുള്ളവരെ കാണുന്നതിന് മുന്നോടിയായി അവളെ കാണണം, അവളോട് സംസാരിക്കണമെന്ന ആഗ്രഹം കൊണ്ട് തന്നെയാണ്. വലിയ ചിന്തകൾക്കൊടുവിൽ അജ്മൽ ആ വലിയ വീടിൻ്റെ ഗേറ്റിന് മുമ്പിൽ കാറ് നിർത്തി. ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവൾ പറഞ്ഞ വീടിൻ്റെ പേര് ആ മതിലിൽ കൊത്തിവെച്ചിട്ടുണ്ട്, കൃഷ്ണകൃപ. കൊത്തിവെച്ചിരിക്കുന്ന ആ പേരുകളിലൂടെ അജ്മൽ കൈയോടിച്ച്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അറിയാതെ അവളുടെ വീടിനോട് പോലും, അവളുടെ വീടിൻ്റെ പേരിനോട് പോലും തനിക്ക് എന്തൊരു സ്നേഹമാണ്. എന്തോ അവളുടെ അടുത്തെത്തിയ പോലെ ഒരു തോന്നൽ. പെട്ടെന്നാണ് അവൻ ആ ബോർഡ് അവിടെ കണ്ടത്. ഹൗസ് ഫോർ സെയിൽ. ഫോൺ നമ്പർ ഉണ്ടായിരുന്നു അതിൽ. അവിടെ നിന്ന് വീടും പരിസരവും നോക്കുന്ന കണ്ടിട്ടാവണം തൊട്ടടുത്ത വീട്ടിൽ നിന്നൊരു ചേട്ടൻ ഇറങ്ങി വന്ന്. വീട് നോക്കാൻ വന്നാണോ? അങ്ങനെയാണെങ്കിൽ താക്കോൽ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, തുറന്ന് കാണിച്ചു തരാം. അല്ല, ഞാൻ കൃഷ്ണയെ കാണാൻ വന്നാ. കൃഷ്ണ? ആ മോളിപ്പോൾ ഇവിടെ ഇല്ല. എവിടെയാ അവള്? ആ കൊച്ചിൻ്റെ കാര്യം വലിയ കഷ്ടാ മോനെ. ഒരാൾക്കും ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്താ ചേട്ടാ, എന്നാലും കാര്യം പറയൂ. അജ്മലിന് തൻ്റെ ക്ഷമ നശിച്ചിരുന്നു. അതിൻ്റെ ഭർത്താവും കുട്ടി ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു മോനെ. അവൾക്കും പരിക്കുണ്ടായിരുന്നു. അവരുടേത് പ്രണയവിവാഹമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ അവൾ ഒരുപാട് ബുദ്ധിമുട്ടിയാൽ നിന്നിരുന്നു. ആർക്കും അവളെ അത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നു. ആ കൊച്ചിന് പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല. ആശുപത്രിയിൽ അതിൻ്റെ കൂടെ കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് അവരിങ്ങ് പോന്നു. അത് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവൻ്റെ അച്ഛനെയും അമ്മയും കൂട്ടി അവൻ്റെ പെങ്ങൾ പോയി ഈ വീട് വിൽക്കാനും വിട്ടു. എന്നിട്ട് അവളെവിടെ? ഇവിടുന്ന് 20 കിലോമീറ്റർ അപ്പുറം ഒരു ആശ്രയ കേന്ദ്രമുണ്ട്. ആരുമില്ലാത്തവരെയൊക്കെ താമസിപ്പിക്കുന്ന ഒരിടം. അവിടെയുണ്ട് മോള്. ആകെ തകർന്നു പോയി മോനെ ആ കൊച്ച്. ആ ചേട്ടനിൽ നിന്ന് ആശ്രയ കേന്ദ്രത്തിൻ്റെ അഡ്രസ്സും വാങ്ങിയ ഒരു പാച്ചിലായിരുന്നു പിന്നെ അജ്മൽ. എങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്ന് അവന് പോലും അറിയില്ല. അത്രയ്ക്ക് സംഘർഷഭരിതമായിരുന്നു മനസ്സ്. അവിടെ ചെന്ന് അത് നോക്കി നടത്തുന്നവരുടെ കയ്യിൽ നിന്ന് അനുവാദം വാങ്ങി അവളെ കാണാനായി അവൻ അതിനുള്ളിലെ അതിവിശാലമായ മുറ്റത്തേക്ക് നടക്കുമ്പോൾ പേരറിയാത്ത കുറേ വേദനകൾ അവൻ്റെ ഹൃദയത്തെ പിടിച്ചുലക്കുന്നുണ്ടായിരുന്നു. ഒരു മരത്തണലിൽ ഒരിളം നിറത്തിലെ ചുരിദാറുമിട്ട് പാറിപ്പറന്ന മുടികളോടുകൂടി ഇരിക്കുന്നവരുടെ അടുത്തേക്ക് ചെന്ന് നിന്നവൻ. കൃഷ്ണ, അവൻ മെല്ലെ വിളിച്ചു. പിന്നിൽ നിന്നുള്ള പതിഞ്ഞ വിളി കേട്ട് മുഖത്തേക്ക് നോക്കിയവളെ കണ്ടിട്ട് അവന് മനസ്സിലായൊന്നുമില്ല. അവൾ കാണിച്ച ഫോട്ടോയിലെ മുഖമൊന്നല്ലായിരുന്നു അത്. വേറെ ആരെയോ പോലെ തളർന്ന് തകർന്ന ഒരു രൂപം. എന്നാൽ തന്നെ കണ്ട അവളുടെ കണ്ണുകളെ വിസ്മയത്തിൽ നിന്ന് അത് അവൾ തന്നെയാണെന്ന് അവന് മനസ്സിലായി.
അവൾ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ കണ്ണുകൾ നിറയുന്നു, ചുണ്ടുകൾ വിതുമ്പി വരുന്നു. അച്ചു ആർത്തലച്ച് നെഞ്ചിലേക്ക് വീണവളെ പിടിച്ചു മാറ്റാൻ നിന്നില്ല. കരയുന്ന ഈ കരയട്ടെ, ആവോളം കരയട്ടെ. ഒരുപക്ഷെ അവൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം അനുഭവപ്പെടുക തൻ്റെ അടുത്തായിരിക്കും. ഒന്ന് പറയായിരുന്നു. ഇടറിയ ശബ്ദത്തോടെ അവൻ പറഞ്ഞു. നിനക്ക് ഞാൻ തന്ന അഡ്രസ്സ് നീ മറന്നുപോണേന്ന് ഞാൻ ഇന്നുകൂടി പ്രാർത്ഥിച്ചേ ഉള്ളൂ അച്ചു. ഒന്ന് നീ അറിയരുതേന്നു. അതെങ്ങനെയാ മറന്നുപോകാനാടി? നിന്നെ വെച്ച പോലെ തന്നെ ഞാനത് ഹൃദയത്തിലല്ലേ വെച്ചിരിക്കുന്നത്. നേരിട്ട് കാണുന്ന ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആളാണ്. പക്ഷെ നേരിട്ട് കണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയല്ലോ അച്ചു. സാരമില്ല, എല്ലാം വിദ്യാർത്ഥിയിൽ സമാധാനിക്കേ. ഇവിടെ ഇങ്ങനെ ആരോഗ്യമില്ലാത്തവൾ പോലെ കഴിയണ്ട. ഞാൻ പാസ്പോർട്ട് ശരിയാക്കാം. എൻ്റെ കൂടെ ദുബൈക്ക് പോര്. ഞാനൊരു ജോലി ശരിയാക്കാം അവിടെ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയായി ഞാൻ മരിക്കുവോളം എൻ്റെ കൺമുമ്പിൽ ഉണ്ടാവണം നീ. എത്ര പറഞ്ഞിട്ട് അതിനൊന്നും സമ്മതിക്കാതെ മാറിയിരിക്കുന്നവൾ അച്ചു സങ്കടത്തോടെ നോക്കി. ഒന്നും വേണ്ടടാ, ഞാനിവിടെ നിന്നോളാം. നീ അവധിക്ക് നാട്ടിൽ വരുമ്പോഴൊക്കെ എന്നെ ഒരു ദിവസം വന്നത് കണ്ടാൽ മതി. ഇനി എനിക്കുള്ള ആകെ ഒരു പ്രതീക്ഷ അത് മാത്രമാണ് നിന്റെ വരവിനായി ഞാൻ കാത്തിരിക്കും. ഏറ്റുപറച്ചിലുകൾക്കൊടുവിൽ അവളുടെ ഇഷ്ടലോകമായ എഴുത്തിൻ്റെ ലോകത്തേക്ക് തിരികെ വരാമെന്ന് അവൾ അവന് ഉറപ്പ് നൽകി. പോരും മുമ്പ് ഒരു പുതിയ ഫോൺ വാങ്ങി തൻ്റെ നമ്പരും ഫീഡ് ചെയ്ത് അവൾക്ക് നൽകി. അപ്പോൾ അധികം വൈകാതെ എന്നെ ആദ്യം കണ്ടതിനെക്കുറിച്ചൊരു കഥ എഴുതി കേട്ടോ. ഇനി എല്ലാ വർഷം കാണാനുള്ളതാ, അവൻ കുസൃതിയോട് അവളോട് പറഞ്ഞു. ചെറുപുഞ്ചിരിയോടെ തലവിളിക്ക് സമ്മതിച്ചവളുടെ കണ്ണിൽ ഒരു പുതിയ പ്രതീക്ഷയുടെ തിരുവട്ടമുണ്ടായിരുന്നു. യാത്ര പറഞ്ഞു തിരികെ പോരുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ സങ്കടം കൊണ്ട് നിറഞ്ഞൊഴുകി, ഹൃദയം നിലച്ചതുപോലെ. അവളുടെ വീടിന് മുമ്പിൽ വെച്ച ബോർഡിൽ നിന്ന് ഫോൺ നമ്പർ എടുത്ത് ആ വീട്ടുകാരെ വിളിച്ച് ആ വീട് മേടിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു വെച്ചു അജ്മൽ. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ആശ്വാസത്തിനായി അവൾക്ക് നൽകണം. അവളുടെ പ്രിയപ്പെട്ടവരുണ്ടായിരുന്ന സ്ഥലം, അവളുടെ ഏറ്റവും അടുത്ത സൗഹൃദം എന്ന നിലയിൽ ചിലപ്പോൾ തനിക്ക് അവൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതായിരിക്കും. തിരികെ വീട്ടിലെത്തിരി കുളിയും പാസാക്കി തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്നൊരു ആശ്വാസത്തിൽ തൂണിലേക്ക് ചാരിയെന്ന് ഫോൺ തുറന്നപ്പോഴാണ് അത് കണ്ടത്. അവളുടെ ഒരു ചെറുകഥ. കണ്ണു നിറഞ്ഞാണത് വായിച്ചത്. ആ കഥയുടെ ഓരോ വരികളിലും താൻ നിറഞ്ഞു നിൽക്കുന്നതായി അവന് തോന്നി. കഥയുടെ പേര് അവനെൻ്റെ പുണ്യം.